അപ്പോൾ അതെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. ബ്രോൻ്റെ പേരെന്താ? ആഷിഖ്. വയനാട്. എവിടെ നമ്മളുടെ ദീദി ഭയ്യ? ക്ലീനിങ്ങില്ല ഇവരൊക്കെ കേട്ടോ ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിക്കൻ ഊട്ടി പോയി വാങ്ങിച്ച മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി. സോ അതെ ഇവരാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ദീദി ഭയ്യ. പിന്നെ ദേ ഈ സുന്ദരി. ഇവര് അടിപൊളി. ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് എല്ലാ സെറ്റപ്പും ചെയ്തെന്ന് ഇവർ രണ്ടാളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. ഒയ്യോടോ താങ്ക് യു. കോഫി സൂപ്പർ. അപ്പം എന്നാ ബൈ. ടാറ്റാ ടാറ്റാ ടാറ്റാ. സോ അപ്പോൾ അതെ നമ്മളിറങ്ങി. കുറച്ച് സങ്കടത്തോടെ ആണെങ്കിലും സന്തോഷം സങ്കടം കൂടെ വന്നിട്ട് മിസ്സായിട്ടുള്ള സങ്കടം ഇറങ്ങി. സോ അപ്പോൾ ഇനി പോണ വഴികൾ പറയടാ. വീണ്ടും നമ്മുടെ ചെറുപ്പക്കാട്, ബന്ദിപ്പൂര്, അവിടെ നിന്ന് ഗുണ്ടൽപേട്ട്, അവിടെ നിന്ന് ചാമരാജനഗർ, സത്യമംഗലം വഴി അതെ. റൈറ്റ് സൈഡ് കോട വരുന്നുണ്ടോ, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഫുൾ പുൽമേട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. വഴിയിൽ മൊത്തം എരുമയാണ്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ അല്ല കേട്ടോ. ഇതിന്റെ കൊമ്പ് വൻ സീനാണ്. നല്ല ഒന്നൊന്ന് തോണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന്. അണ്ണാ ഇത് എരുമയാ? കാട്ടെരുമ? ഓ ശരി ശരി. ഇത് വളർത്തുന്നതല്ലേ? ഊട്ടി പറക്കി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അരുൺ ബ്രോ എപ്പോഴും വാങ്ങാറില്ല അത്രേ. ഇവിടുന്ന് തന്നെ മണം വരുന്നുണ്ട്. അതെ ഇതാണ് നമ്മളാ പറഞ്ഞ ഷോപ്പ്. ഊട്ടി വർക്കി. വർക്കി എന്നല്ലേ ഇവിടെ പറയാ? അപ്പൊ നമ്മൾ എത്ര വാങ്ങുന്നേ? അരുൺ ബ്രോയും സെയിം. ഒരു രക്ഷയില്ലാട്ടോ, നല്ല ചൂടുള്ള സാധനം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കുറെ യാത്ര ബേക്കറി പേര് പറഞ്ഞു. ഞാനതിന്റെ കോഫിയും കൂടെ. ഇതാണ് സാധനം. നല്ല ചൂടുണ്ട് കേട്ടോ. സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. എല്ലാം ഉണ്ട്, എല്ലാം വേണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ഷുഗർ കട്ട് ആയതുകൊണ്ട് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ചൂടൻ ക്രിസ്പി കേട്ടോ. തമിഴ്നാട് വന്ന് അവിടുത്തെ എണ്ണക്കടി കഴിക്കാം അല്ലേ? ഇതിനാണ് ഞങ്ങൾ ഡയറ്റ് എടുക്കണേ അല്ലേ? ഇത് ഇവിടുന്ന് കഴിക്കുമ്പോഴുള്ള ഫീല് വേറെയാ, ടേസ്റ്റും വേറെയാ. എനിക്ക് ഒറ്റ ഒന്നും തന്നെയായിരുന്നോ, തമിഴ്നാട്ടിൽ വരുമ്പോൾ കഴിക്കണം. അതിതേ സെറ്റ്. എങ്ങനെയുണ്ട്? കൂടല്ലൂർ മൈസൂർ പോകുന്നില്ല ആ റോഡാണിത്. ഇതിന് പേര് HPF. സ്റ്റോപ്പിംഗ് HPF. ഇപ്പൊ ടൈം 2:19 കറക്റ്റ്. ഇനി ഇപ്പൊ നമ്മള് അവിടുന്ന് കുറച്ച് എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങിയേക്കുവാണ്. ഇനിയിപ്പോ എവിടെയും സ്റ്റോപ്പില്ല. സത്യമംഗലം ചെക്ക് പോസ്റ്റ് 6 മണിയുടെ മുന്നേ പാസ് ചെയ്യണം. അതുകൊണ്ട് ഇനി നമ്മൾ എവിടെയെങ്കിലും ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഈ ഒരു ഏരിയ ഭയങ്കര രസമാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി. ഇത് രാവിലെ മിസ്റ്റ് വരുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. ഫീലായിരിക്കും ഇവിടെ. യൂറോപ്യൻ കൺട്രി ഫീലാണ്. ഈ രണ്ട് സൈഡ് ഹിമാലയം.
അങ്ങോട്ട് ഗ്രാമാ തോന്നുന്നു. ആ നേരെ കാണുന്നതാണ് മസ്നോടി റൂട്ട്. അവിടെ കുറെ പേര് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ TN വണ്ടികൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. യെസ്, നമ്മൾ കടത്തി വിടൂല. നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. മുതുമലൈ നല്ല തിരക്കുണ്ടെന്ന്. സാറ്റർഡേ ആണ്. നമ്മൾ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായി. അവിടെ എന്ത് ഭംഗിയറിയോ ആ ദൂരത്ത്. റോഡിൽ പോകാം. കോസക്കല്ലിൽ വെള്ളം വീണ പോലെ തന്നെ അനുമപുരം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമം. പ്ലേസ് ഫോഗിന്റെ ഉള്ളിൽ കയറണം നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മിസ്സാവും വിചാരിച്ചു. പക്ഷെ അതിന്റെ ഡബിൾ ആയിട്ട് മരങ്ങളൊക്കെ കോടയിൽ കാണാൻ എന്ത് ഭംഗിയോ. ഈ ഫോഗ് വരുമ്പോഴത്തേക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഭയങ്കര ഫീലാണ്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഡ്രസ്ലിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാരും ഡ്രസ്ലിംഗ് കൂടി വരുന്നുണ്ട്. താഴേക്കൊക്കെ നോക്ക്. നടുവട്ടം ബസ് സ്റ്റാൻഡ്. നമ്മൾ തന്നേരം ആ ഒരു റൂട്ടിൽ വന്നിട്ട് ഇപ്പൊ ചെറിയൊരു ടൗൺ പോലത്തെ സംഭവം നോക്കിയിട്ടോ. അതാണ് സാധനല്ലേ ആ ഒരു നാടൻ പ്രദേശ ഫീല്. മഴ, ആ ഓടിട്ട ചായക്കട, അതിലിങ്ങനെ ആൾക്കാര് മഴ നോക്കി ഇങ്ങനെ ചായ കവിത പച്ചപ്പ് മേലെ ആകാശം കണ്ടോ, ബ്ലൂ കളറ് നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നമുക്ക് കറക്റ്റ് നല്ല പച്ചപ്പില് ഫോറസ്റ്റ് കാണുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും സ്പോട്ട് ചെയ്യാണെങ്കിൽ അത് കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. നമുക്കൊരു ആനേനെ കിട്ടി. ചൊറിയാണ് ചെറുതായിട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. നമ്മളങ്ങനെ ഗുണ്ടൽപേട്ടിലോട്ട് കിടക്കാണ്. ഇതിന്റെ പേരെന്തോ ഗോപിന്നോ അങ്ങനെ എന്തോ പറഞ്ഞു, എന്തോ അറിയില്ല. ഇവര് അരുൺ ബ്രോ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് കഴിക്കുന്നത് കണ്ടപ്പോ വേണമെന്ന് പറഞ്ഞതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഓ, രസമുണ്ടോ? കൊള്ളാം, അടിപൊളി. ഇവിടെ ഓരോരുത്തർ സാമ്പാർ കൂട്ടിയിട്ടാണ് ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? ഓക്കേന്നേ പറയുള്ളൂ. നമ്മളവിടുത്തെ ഫ്രൈഡ് റൈസ് അല്ലല്ലോ. ഫുഡ് ഓക്കെ. അതായത് നമ്മളിപ്പോ
ആ സിറ്റിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര വിശപ്പുണ്ട്. അപ്പം നമുക്ക് ടൈമും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് വേഗം കയറി കഴിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. ചപ്പാത്തി മേടിച്ചാൽ മതി മേടിക്കാണെങ്കിൽ. ചപ്പാത്തി നല്ലതാണ് ഇവിടുത്തെ. ഏറ്റവും നല്ല ഓപ്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ച് ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ അല്ലടാ, നമ്മളിപ്പോൾ വേറെ ഇവിടെ എങ്ങനെയെന്ന് അറിയില്ലല്ലോ. റിവ്യൂ ഞങ്ങൾ നോക്കിയ റെസ്റ്റോറൻ്റ് ഒക്കെ മോശം. 2.5 2.6 ഇത് നല്ല മോശം കമൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട് കയറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ചപ്പാത്തി അടിപൊളിയായിരുന്നു കേട്ടോ. കോഫി എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം തമിഴ്നാട്ടിൽ നിന്ന് കുടിച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ കുറേ കോഫി കുടിച്ചു. എല്ലാം അടിപൊളി. നമ്മുടെ നാട്ടിലേക്കായും കേരളത്തിലേക്കായും അടിപൊളിയില്ലടാ കോഫി. എല്ലാം നല്ല കോഫി, നല്ല പാല, നല്ല തിക്കുള്ള പാല. സോ അങ്ങനത്തെ ഒക്കെ കുടിച്ചു. ഷാരുവോ ഓക്കെ അല്ലേ? വിശപ്പൊക്കെ മാറിയോ? അങ്ങനെ നമ്മൾ ചാമരാജ് നഗർ എത്തി. ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ട്, അവിടുന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് സത്യമംഗലം റോഡ് കയറാം. ഗായ്സ്, മഴ. നമ്മളതേ ഫോറസ്റ്റ് കയറി തുടങ്ങുകയാണ്. സാച്ചിട്ട് ഇത്ര നേരം കാട് കയറുകയാണ്. സോ ഇവിടെ ദിമ്പം ചുരം വഴിയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും ആനിമൽസിനെ സ്പോട്ട് ചെയ്യാം. ടൈഗർ, ഹാട്ടുപോത്ത്, മാൻ, കരടി, ആന. എനിക്ക് തോന്നുന്നു ആനയായിരിക്കും മെയിൻ. സോ നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് പോവാം. തിരക്ക് നല്ല കുറവാട്ടോ, വളരെ ചുരുക്കം പേരേ ഉള്ളൂ. നമുക്ക് 9:30 വരെ ചെക്ക് പോസ്റ്റ് ഉള്ളൂ. സോ അതിൻ്റെ മുന്നേ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങ് പോവാം. പക്ഷെ ഒരുപാട് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല, ഫോറസ്റ്റ് ആയത് കാരണം. സോ നല്ല പതിയെ പോയോക്കാം. നല്ല ഭംഗിയുണ്ട്. എവിടെയോ അരുവിന് ഇവിടെ ആനേനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. സോ സേഫ് ആയിട്ട് പോവാം. കർണാടക ചെക്ക് പോസ്റ്റ് കയറുവാണ്. എന്തോ പൊട്ടുന്ന സൗണ്ട്. സോ അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും മുന്നിൽ വരാം. ഈഗർലി വെയിറ്റിംഗ്. അതെ, താങ്ക് യു. വിസിറ്റ് അഗൈൻ. കർണാടക കഴിഞ്ഞു. വെൽക്കം ടു തമിഴ്നാട്. നീ കുറച്ചുകൂടെ കഴിഞ്ഞാൽ വെൽക്കം ടു കേരള. ഓ, അത് വരാണ്ടില്ല ഇനി. വൈറ്റ് ലൈറ്റും കൊണ്ട് കേറി. ഓ, ഇതാണ് ക്ലോസ് ചെയ്യുന്ന ചെക്ക് പോസ്റ്റ് കേട്ടോ. ആണോ? അത് തോന്നുന്നു. സത്യമംഗലം ടൈഗർ റിസർവ്. ഹമ്പുണ്ട് കേട്ടോ, സ്ലോ ആയിട്ട്. പെട്ടെന്ന് അങ്ങ് ചാടുമ്പോ പറക്കുന്നുണ്ട്. സൈഡില് മലയാണ്, പക്ഷെ കാണുന്നില്ല ഇതില്. പിന്നിലും മുന്നിലും ആരും ഇല്ല കേട്ടോ. ഇടയ്ക്കൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പൊ ഇനി ആരും ഇല്ല തോന്നുന്നു. ഞാൻ നമ്മളെ കേറുമ്പോഴുള്ള തിരക്ക് ഇവിടെയൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചു. മേ ബി കുറച്ച് പോകും. പേടിയുണ്ട്, പക്ഷെ ഒപ്പം തന്നെ എക്സൈറ്റ്മെന്റും ഉണ്ട്. വഴിയിലൊക്കെ ഇങ്ങനെ ചകിരി വീണ് പോയിട്ടുണ്ട് അല്ലേ? ഞാൻ അതൊക്കെ കാണുമ്പോ അനപ്പിന്റെ വിചാരിക്കുക ഹമ്പ എന്തുള്ളത് കടല് പോലെ ലൈറ്റ്. ചുരം തുടങ്ങി. ഫ്രണ്ടിൽ കാണുന്നത് മൊത്തം സിറ്റി ലൈറ്റ്സ് ആണ് കേട്ടോ. ദിമ്പം ചുരാണ്. കണ്ടോ, കടല് പോലെ കിടക്കുക സിറ്റി ലൈറ്റ്സ്. അതിൽ ഇത്രയും കാണുന്നേ. ഇത്രയും വൈഡായിട്ട്. ഇവിടെയൊക്കെ ലെപ്പേർഡ് ക്രോസിംഗ് സോണാന്നാ പറയണേ. പക്ഷെ പതുക്കെ പോവാട്ടോ നമുക്ക്. എങ്ങാനും നമ്മളുടെ ഹെയർ പിൻ വെൻസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് കിലോമീറ്റേഴ്സ് ഇതേപോലെ പ്ലെയിൻ ആണ്. സോ എപ്പോ വേണമെങ്കിലും ക്രോസിംഗ് ഉണ്ടാവാം. സൈഡിലൊക്കെ ചിലപ്പോ കാണാം. കഴിഞ്ഞോ പോകും. ടൈഗേഴ്സ് അറിയാം കഴിഞ്ഞു. നമ്മള് ബണ്ണറിയുമ്പോ കോവിലെത്തി. ഫേമസ് ആവുന്നു അല്ലേ? നമ്മൾ സത്യമംഗലത്ത് എത്തിയിട്ട് ദോശ, മട്ടൻ കുളമ്പ്, ചിക്കൻ കുളമ്പ്. എന്താ ഇതിന്റെ പേര്? ഇത് കസിനാണ് കേട്ടോ, സുബിൻ. എന്താണ് അതിന്റെ പേര്? എന്താ അതിന്റെ പേര്?
നിന്റെ പേരല്ലേ ഫുഡിന്റെ പേര് പള്ളിപ്പാളയം. ആ ഇത് ഇവന്റെ ഫ്രണ്ട്. അപ്പൊ എന്നാ കഴിക്കട്ടെ. ഈ സാധനമാണ് പള്ളിപ്പാളയം. അരുണെ കഴിക്കടാ, ടേസ്റ്റി. പല്ലിന്നൊക്കെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്ന കേൾക്കണ്. നല്ല ചൂടുണ്ട്, കൊള്ളാം. ഇതുവരെ കഴിക്കാത്ത ടേസ്റ്റ് അല്ലേ? കൊള്ളാട്ടോ സുബിയ, നല്ല ഫുഡ്. അപ്പൊ നമ്മള് കസിനെയൊക്കെ കണ്ട് ഇപ്പൊ തിരിച്ച് ഈ സത്യമംഗലം നമ്മളുടെ ആ ചെക്ക് പോസ്റ്റിന്റെ തന്നെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ മേട്ടുപ്പാളയം പോകും. അപ്പോൾ മെയിൻ പോണ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വരുന്ന റൂട്ടിൽ അതായത് സത്യമംഗലം കാടി തന്നെ ബാക്കി കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇന്നലെയും കൂടെ ആനയും കരടീനെയും ഒക്കെ കണ്ടു പറഞ്ഞു. വലിയ ആനക്കൂട്ടത്തിനെയൊക്കെ കണ്ടു പറഞ്ഞു കസിന്. അപ്പോൾ അതേപോലെ തന്നെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മേട്ടുപ്പാളയം പോകുന്ന റൂട്ടിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം കൂടെ പോയി, പക്ഷെ നല്ല രസമുണ്ട്. അപ്പതേ നമ്മള് തിരിച്ച് കൊച്ചിയിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പൊ എവിടെ എത്തി? കറക്റ്റ് സ്ഥലം എവിടെയാന്ന് അറിയില്ല. കോയമ്പത്തൂർ കോയമ്പത്തൂരിന്റെ ബൈപ്പാസിലാവും. കുറച്ച് ടയർഡാണ്, പക്ഷെ എന്നാലും ഗുഡ് മെമ്മറീസ്. അടിച്ചു പൊളിച്ച് സെറ്റായി. ഷാരു ദേവിടെ ആളെ ഓഫാണ്. അതൊക്കെ ഭയങ്കര ക്ഷീണം, ഉറക്ക ക്ഷീണം പറഞ്ഞിട്ട് അവൾ ഉറങ്ങി. കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു. ഇപ്പോൾ അരുൺ ഓടിക്കാണ്. സോ അടിപൊളി ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഇറങ്ങുക, അടിച്ചു പൊളിക്കുക, എന്താ പറയുക, സെറ്റാക്കുക. അപ്പോൾ ഇനി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.